നമസ്കാരം. ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ദൈവിക സംരക്ഷണത്തിൻ്റെയും പ്രതീകമായ ശ്രീ വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന മന്ത്രത്തെക്കുറിച്ചുള്ള ഈ പ്രത്യേക വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സപ്തമാതൃക്കളിൽ അതിശക്തിയായ ദേവിയായ വരാഹി ഭക്തരുടെ ജീവിതത്തിൽ ഭയവും തടസ്സങ്ങളും ധൈര്യവും വിശ്വാസവും അനുഗ്രഹവും നൽകുന്ന ദിവ്യമാതാവായി ആരാധിക്കപ്പെടുന്നു. ഉഗ്രസ്വരൂപിണിയാണെങ്കിലും ഭക്തരോടുള്ള അവരുടെ കരുണയും മാതൃസ്നേഹവും അതിരുകളില്ലാത്തതാണ്. ഈ വീഡിയോയിൽ ശ്രീ വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന ഏതൊരാഗ്രഹവും നിമിഷ നേരങ്ങൾക്കുള്ളിൽ സാധിക്കുന്ന മന്ത്രത്തെ ലളിതമായും മനോഹരമായും പരിചയപ്പെടാം. മന്ത്രം ജപിച്ചാൽ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഫലം ലഭിക്കും. പക്ഷേ നിങ്ങൾ ദേവിയിൽ പൂർണ്ണ വിശ്വാസത്തോടെയാണ് മന്ത്രം ഉരുവിടേണ്ടത്. അല്ലാത്ത പക്ഷം ആ ആഗ്രഹങ്ങൾ സാധ്യമാകുന്നതല്ല. ഒരു പക്ഷേ നിങ്ങൾ ഇത് സത്യമാണോ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന രീതിയിലാണ് മന്ത്രം ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകുന്നതല്ല. പൂർണ്ണമായും വരാഹി ദേവിയിൽ വിശ്വസിച്ച് മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ടുള്ള ആഗ്രഹം പോലും 100% നടന്നു കിട്ടുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം ഐം ഗ്ലൗം ഓം നമോ ഭഗവതി ഉച്ഛിഷ്ട വാരാഹി സർവലോകവശങ്കരി മമ സകലകാര്യം സാധയ സാധയ ഹും ഫട് സ്വാഹ. മന്ത്രം ഒരിക്കൽ കൂടി: ഓം ഐം ഗ്ലൗം ഓം നമോ ഭഗവതി ഉച്ഛിഷ്ട വാരാഹി സർവലോകവശങ്കരി മമ സകലകാര്യം സാധയ സാധയ ഹും ഫട് സ്വാഹ. ഇത് ജപിക്കേണ്ടത് രാത്രി 8 മണിക്ക് ശേഷം 12 മണി വരെയാണ്. തെക്കോട്ട് തിരിഞ്ഞ് ഒരു സ്റ്റൂളിലോ നിലത്തോ ഇരുന്ന് ജപിക്കാവുന്നതാണ്. മന്ത്രം 108 തവണയാണ് ജപിക്കേണ്ടത്. മന്ത്രം ജപിക്കുമ്പോൾ ശബ്ദം ഒന്നുമില്ലാത്തതോ അല്ലെങ്കിൽ പൂജാമുറിയിലോ ഇരുന്ന് ജപിക്കാവുന്നതാണ്. ശബ്ദമില്ലാത്ത ഇടങ്ങളിലാണ് നാം മന്ത്രം ജപിക്കുന്നത് എങ്കിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതാണ്. മന്ത്രം നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. ദുരുപയോഗം ചെയ്താൽ അത് ഇരട്ടിയായി നമ്മെ തിരിച്ചടിക്കും. എന്നാൽ നല്ല ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്താൽ അത് 100% നല്ലതായി നമ്മളെ തിരിച്ചടിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും പങ്കുവയ്ക്കാനും മറക്കരുത്.